വാങ്കഡയിലെന്ന് ഇന്ത്യയെ ഓസ്ട്രേലിയ തകർത്തുകളയുകയായിരുന്നു. ടെസ്റ്റിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഓസ്ട്രേലിയക്കെതിരെ വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യക്ക് സാധിച്ചില്ല. 16 ടെസ്റ്റുകൾ തുടർച്ചയായി ജയിച്ചു സ്റ്റീവോയുടെ മൈറ്റി ഓസ്ട്രേലിയ ലോക ക്രിക്കറ്റിൽ എതിരാളികളില്ലാതെ മുന്നേറുകയായിരുന്നു. കൊൽക്കത്തയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ഗാംഗുലിയും സംഘവും അത്ഭുതം കാണിക്കുമെന്ന് ഒരു ക്രിക്കറ്റ് നിരീക്ഷകരും പ്രതീക്ഷിച്ചില്ല. ഇന്ത്യയുടെ ടോപ്പ് സ്പിന്നർ കുംബ്ലെ പരിക്ക് മൂലം ആ പരമ്പരയിലില്ല. ശ്രീനാഥ് കൂടെ രണ്ടാം ടെസ്റ്റിനു മുമ്പ് പരിക്കുപറ്റി പുറത്താകുമ്പോൾ ഓസ്ട്രേലിയയുടെ പേരുകേട്ട ബാറ്റിംഗ് നിരയ്ക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ പോലും ഇന്ത്യക്ക് കഴിയില്ല എന്ന് ക്രിക്കറ്റ് ലോകം വിധിയെഴുതി. മാർച്ച് 11 ഈഡൻ ഗാർഡിൽ അരങ്ങുണർന്നു. ടോസ് നേടിയ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവോ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. പതിവ് പോലെ ഇന്ത്യൻ ബോളിംഗ് നിരയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഓസ്ട്രേലിയയുടെ പേരുകേട്ട ബാറ്റിംഗ് നിര അടിച്ചു തകർത്തു. 72-ാം ഓവറിൽ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ ഹാട്രിക് ഹർഭജൻ നേടുമ്പോൾ ഓസ്ട്രേലിയയുടെ മധ്യനിര തകർന്നു. എന്നാൽ 9-ാം വിക്കറ്റിൽ ക്യാപ്റ്റൻ സ്റ്റീവോയും ഗില്ലസ്പിയും കൂടെ 133 റൺസ് കൂട്ടിച്ചേർത്തപ്പോൾ ഓസ്ട്രേലിയ 445 എന്ന വലിയ ടോട്ടൽ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് ഓസ്ട്രേലിയൻ ബോളേഴ്സിന്റെ മുൻപിൽ മറുപടി ഉണ്ടായില്ല. 4 വിക്കറ്റോടെ മഗ്രാത്ത് ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ തകർത്തു. അല്പമെങ്കിലും പിടിച്ചു നിന്നത് 59 റൺസ് എടുത്ത് അവസാനം പുറത്തായ ലക്ഷ്മൺ മാത്രമാണ്. വെറും 58 ഓവറിൽ ഇന്ത്യ 171 റൺസിന് പുറത്ത്. പെട്ടെന്ന് കളി തീർക്കാമെന്ന് കരുതിയാകും സ്റ്റീവോ ഇന്ത്യയെ ഫോളോ ഓൺ ചെയ്യിപ്പിച്ചത്. ഇന്ത്യ വീണ്ടും ബാറ്റിംഗിനിറങ്ങി. മികച്ച തുടക്കമാണ് ഇന്ത്യൻ ഓപ്പണേഴ്സ് ഇന്ത്യക്ക് സമ്മാനിച്ചത്. ആദ്യ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമാകുമ്പോൾ 52 റൺസ് സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നു. 1 ഡൗൺ ആയി ലക്ഷ്മൺ ഇറങ്ങുമ്പോൾ ഒരിക്കലും ഇന്ത്യൻ ആരാധകർ കരുതിയില്ല ചരിത്രത്തിലോട്ടാണ് അദ്ദേഹം ബാറ്റ് വീശാൻ പോകുന്നത് എന്ന്. ഹാഫ് സെഞ്ചുറിക്ക് 2 റൺസ് അകലെ ക്യാപ്റ്റൻ ഗാംഗുലി വീഴുമ്പോൾ ഇന്ത്യൻ സ്കോർ 232. ലക്ഷ്മണ കൂട്ടായി ദ്രാവിഡ് വന്നതിനു ശേഷം പിന്നെ പിറന്നത് ചരിത്രമാണ്. പേരുകേട്ട ഓസ്ട്രേലിയൻ ബോളിംഗ് നിരയ്ക്ക് ഒന്നും തന്നെ പിന്നെ ചെയ്യാനുണ്ടായില്ല. 3-ാം ദിനത്തിൽ കൂടിച്ചേർന്ന ദ്രാവിഡും ലക്ഷ്മണനും 4-ാം ദിനം മുഴുവൻ ബാറ്റ് ചെയ്തപ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ വെറും 4 ബോളേഴ്സിനെ മാത്രം യൂസ് ചെയ്ത സ്റ്റീവോ 9 ബോളേഴ്സിനെയാണ് 2-ാം ഇന്നിംഗ്സിൽ യൂസ് ചെയ്തത്. ഒടുവിൽ ടീം സ്കോർ 608 നിൽക്കുമ്പോഴാണ് 376 റൺസിന്റെ ആ കൂട്ടുകെട്ട് പിരിയുന്നത്. മാഗ്രാത്തിന് വിക്കറ്റ് നൽകി ലക്ഷ്മൺ മടങ്ങി. 281 റൺസാണ് ലക്ഷ്മൺ എടുത്തത്. 180 റണ്ണിൽ ദ്രാവിഡ് റണ്ണൌട്ട് കൂടെ ആയപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ഐതിഹാസിക ഇന്നിംഗ്സിന് അവസാനമായി. ഓസ്ട്രേലിയക്ക് ജയിക്കാൻ 75 ഓവറിൽ 384 റൺസ് ആവശ്യമായിരുന്നു. വിട്ടുകൊടുക്കാൻ മൈറ്റി ഓസ്ട്രേലിയ തയ്യാറായിരുന്നില്ല. തകർത്തടിച്ചു ഓസ്ട്രേലിയൻ ഓപ്പണേഴ്സ്. ഫ്ലാറ്റർ ഔട്ടാകുമ്പോൾ ഓസ്ട്രേലിയയുടെ സ്കോർ 24 ഓവറിൽ 74 റൺസ്. പിന്നീട് അങ്ങോട്ട് പേരുകേട്ട ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയെ ഹർഭജനും സച്ചിനും ചുരുട്ടിക്കെട്ടുന്നതാണ് ക്രിക്കറ്റ് ലോകം കണ്ടത്. ഒടുവിൽ 69-ാമത്തെ ഓവറിൽ ഹർഭജന്റെ പന്തിൽ മാഗ്രാത്ത് വിക്കറ്റിന് മുൻപിൽ കുടുങ്ങുമ്പോൾ ക്രിക്കറ്റ് ലോകത്തെ സാക്ഷിയാക്കി ഇന്ത്യ മൈറ്റി ഓസ്ട്രേലിയയെ വീഴ്ത്തിയിരിക്കുന്നു. എതിരാളികളില്ല എന്ന് അഹങ്കരിച്ച ഈ ഓസ്ട്രേലിയക്ക് നേരിടേണ്ടി വന്ന അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു ഈ വിജയം. അടുത്ത ചെന്നൈ ടെസ്റ്റിൽ ഓസ്ട്രേലിയയെ 2 വിക്കറ്റിന് വീഴ്ത്തി ഇന്ത്യ ബോർഡർ ഗവാസ്കർ ട്രോഫി വിജയിക്കുമ്പോൾ തല താഴ്ത്തി മടങ്ങാനായിരുന്നു മൈറ്റി ഓസ്ട്രേലിയയുടെ വിധി. 2001 കൊൽക്കത്ത ടെസ്റ്റ് അത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സ്വർണലിപികളാൽ കൂട്ടിച്ചേർത്ത ഒരു അധ്യായമാണ്. തോൽക്കാൻ മനസ്സില്ലാത്ത ദാദയുടെയും പിള്ളേരുടെയും പോരാട്ട വീര്യത്തിന്റെ അടയാളമാണ്.